കുവൈത്തിലുള്ള മകൻ വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന കുടുംബം കേട്ടത് മകന്റെ മരണവാർത്ത. കുവൈത്തിലെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് പുലാമന്തോൾ തിരുത്ത് സ്വദേശിയായ ബാഹുലയൻ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചത് അപകടം നടന്ന പിറ്റേ ദിവസമാണ്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു യുവാവായ ബാഹുലയൻ. കഴിഞ്ഞ ദിവസം ബാഹുലയൻ വിളിച്ചപ്പോൾ വലിയ പെരുന്നാൾ കഴിഞ്ഞ ഉടൻ നാട്ടിൽ വരുമെന്ന് പറഞ്ഞതാണ്. കുവൈത്തിലെ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി മരണപ്പെട്ടവരിൽ മകൻ ബാഹുലയൻ ഉണ്ടാവില്ലെന്ന് അച്ഛൻ വേലായുധൻ ആശ്വസിച്ചതാണ്. പ്രാർത്ഥനയെല്ലാം വിഫലമായി. മകന്റെ മരണം ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ വരുന്നില്ലേ ചോദിക്കുമ്പോൾ ആ വരുന്നുണ്ട്, അടുത്തേക്ക് വരാൻ ലീവ് കിട്ടില്ല. അപ്പോൾ ചെറിയ പെരുന്നാൾ നോലുമ്പൊക്കെ വന്നുമ്പോൾ അതിന് കുറച്ച് ആൾക്കാർ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരിന്ന് തിരിച്ചു വന്നെങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ, അപ്പോഴേക്ക് ലീവ് തരുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കാത്തിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ വലിയ പെരുന്നാളിന് കുറച്ച് ആൾക്കാർ കൊണ്ട് വരുന്നുണ്ട്. അവരും കൂടി തിരിച്ചു വന്നെങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത മാസം വേണം വരിക എന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. അടുത്ത മാസം ഈ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ. അപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ദുരന്ത വാർത്ത കേട്ടത്. എൻ്റെ മകൻ മരിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചിട്ട് ബാക്കിയായി കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അത് കിട്ടില്ല. എൻ്റെ മകൻ്റെ ഇത്ര ആയുസ്സുണ്ടായുള്ളൂ എന്നുള്ള എൻ്റെ വിഷമത്തിലാണ്. ഇത്ര പെട്ടെന്ന് എൻ്റെ മകൻ ഞങ്ങളെ വിട്ടുപോകുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാം, 2-3 ദിവസം മുമ്പ് എൻ്റെ അച്ഛന് സുഖമാണോ എന്ന് ചോദിച്ച മകനാണ്. ഇതിലൊക്കെ ഭയങ്കര വേണം. മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വേലായുധന്റെ മകനാണ് ബാഹുലയൻ. ഭാര്യ പ്രവീണ, മാതാവ് ഓമന എന്നിവരെയും ബാഹുലയന്റെ മരണം തീരാ ദുഃഖത്തിലാക്കി. അയൽവാസികളും നാട്ടുകാരും മരണത്തിന്റെ നടുക്കത്തിലാണ്. കുവൈത്തിലുള്ള ബാഹുലയൻ 1 വർഷം മുമ്പ് നാട്ടിൽ വന്നു പോയതാണ്. വലിയ പെരുന്നാൾ കഴിഞ്ഞ് നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ കരുതിയിരുന്നു. ഈ സമയത്താണ് ദുരന്ത വാർത്ത അറിയുന്നത്. 2017 ആദ്യമായിട്ട് കുവൈത്തിൽ പോയത്. ഞാനും ബാഹുലയനും കൂടിയാണ് അന്ന് കുവൈത്തിലേക്ക് പോയത്. ഞങ്ങൾ ഗ്രാൻഡ് ഹൈപ്പർ എന്ന ഷോപ്പിലാണ് ആദ്യം ജോലി ചെയ്തിരുന്നത്. 3 വർഷത്തോളം ഞങ്ങൾ ഷോപ്പിൽ ഒരു അക്കോമഡേഷനിൽ ഒരു റൂമിലായിരുന്നു താമസം. അത് കഴിഞ്ഞ് 2019 ഞാൻ തിരിച്ചു വന്നു. അവൻ 2020 തിരിച്ചു വന്നു. അതിനുശേഷം അവൻ തിരിച്ച് വിവാഹം കഴിഞ്ഞ് വീണ്ടും കുവൈത്തിലേക്ക് പോയി. അവിടെ നിന്നാണ് NBTC എന്ന കമ്പനിക്ക് ചേഞ്ച് ആവുന്നത്. അത് NBTCയിലെ ഹൈവേ എന്ന ഹൈപ്പർ മാർക്കറ്റിൽ സെക്ഷൻ ഇൻചാർജായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ വിയോഗം ഉണ്ടായത്. വളരെ ചെറുപ്പം മുതലുള്ള ബന്ധമാണ്, നാട്ടുകാരനാണ്, അയൽവാസിയാണ്. അവൻ്റെ കൂടെ യഥാസമയം ഉണ്ടാകുന്ന ഒരാളായിരുന്നു. ജോലിയും ഇവിടെ നാട്ടിൽ 7 വർഷം കൺസ്യൂമർ ഫെഡ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. തുടർന്ന് കുവൈത്തിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു 3 വർഷത്തെ ഗ്യാപ്പാണ് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ളത്. അതിനിടയിലാണ് ഈ വലിയൊരു ദുരന്തം അവനെ തേടിയെത്തിയത്. ആ നടുക്കത്തിൽ തെച്ചിരിക്കുകയാണ് എല്ലാവരും. ഇന്ന് രാവിലെയാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് എൻ്റെ വിവരം കിട്ടിയത്. ഇന്നലെ വേലായുധേട്ടനൊരു ഫോൺ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആരാ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഫോൺ കട്ടായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ജിഷാൻ പറഞ്ഞൊരു പയ്യനാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അയാളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ICUവിലാണെന്നുള്ള വിവരമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടു എന്നുള്ള വിവരം അതുപോലെ തിരിച്ചറിഞ്ഞതും. ജിഷാം അവിടെ ഉള്ളത് കൊണ്ടാണ് തിരിച്ചറിയാൻ സാധിച്ചത്. നമുക്ക് നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് ഈ വേലായുധേട്ടൻ. ഇതിനു മുന്നേ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. എല്ലാവിധത്തിലും എല്ലാവർക്കും ഒരു നാടിൻ്റെ തന്നെ വലിയൊരു വിഷമമായിട്ട് ഈ ബാഹുലയൻ്റെ മരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു മരണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.